അവിദ്യയുടെ പരിണാമമാണ് കാമം. അതിൻ്റെ ഫലമാണ് കർമ്മവും. അവിദ്യ ബീജമാണ്, കാമസൂചകമാണ്. കർമ്മം സ്ഥൂലമാണ്. അവിദ്യ ബീജവും കാമാവസ്ഥ അങ്കുരവും, കാമം അങ്കുരാവസ്ഥയും കർമ്മം വൃക്ഷാവസ്ഥയുമാണ്. അതിൻ്റെ ഫലമാണ് ജന്മവും സുഖദുഃഖാദികളും. സാധനാനുഷ്ഠാനം വേണം, അപ്പോൾ വിദ്യാപ്രാപ്തിയുണ്ടാവും. അത് കഴിഞ്ഞ് അവിദ്യാനിവൃത്തി ഉണ്ടാവും. ഇവിടെ വിദ്യാഭീപ്സ ഉണ്ടായപ്പോൾ കാമലോലുപത നിവൃത്തമായി. നമ്മുടെ ഉള്ളിൽ കാമനയുണ്ടെങ്കിൽ, വിദ്യാഭീപ്സ ഇല്ലെങ്കിൽ, വിഷയലോലുപത ഉണ്ടെങ്കിൽ ബ്രഹ്മശ്രവണം ചെയ്തിട്ട് കാര്യമില്ല. ബ്രഹ്മജ്ഞാനമാകട്ടെ, അതിനുള്ള ഇച്ഛ പോലും വിഷയലോലുപതയുണ്ടെങ്കിൽ ഉണ്ടാവില്ല. രണ്ടും വിപരീതമാണ്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിൽ 49-ാം ശ്ലോകം, ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഹ ഫലഹേതവ. ഇതാണ് നാം പറഞ്ഞു വരുന്നത്. ഫലഹേതുത്വം. 4 വൈദിക സൂത്രങ്ങളിൽ കർമ്മണിയേവ തേ അധികാരഃ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ മാതേ സങ്കുസ്ത്വ കർമ്മണി എന്ന 4 സൂത്രങ്ങളിൽ കർമ്മഫലഹേതു ആകരുത് എന്നത് അർജുനന് അത്ര എളുപ്പം മനസ്സിലായില്ല എന്ന് തോന്നിയ ഭഗവാൻ വിസ്തൃതമായി കൃപണനാണ് ഫലഹേതുവായിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതാണ് നാം കണ്ടത്. അതിനെ വിശദീകരിച്ചു വരുമ്പോൾ അധ്യാസത്തിൽപ്പെട്ടുപോയ, ശരീര താതാത്മ്യ അധ്യാസമുള്ള ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. വിദ്യ അതിനത്യന്തം വിരുദ്ധമാണ്. വിദ്യയിലേക്കെത്തുമ്പോൾ ബ്രാഹ്മണാദി വർണ്ണധർമ്മങ്ങളും അതുപോലെ ബ്രഹ്മചര്യാദി ആശ്രമധർമ്മങ്ങളും ഒക്കെ കടന്നുപോകുന്നു. അതിൻ്റെ സ്വഭാവത്തെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ആദ്യ ശങ്കരാചാര്യജി ഒരിക്കൽ ദക്ഷിണദേശത്തിലേക്ക് വരുമ്പോൾ ഒരു മാതാവും പിതാവും കൂടി, ബ്രാഹ്മണരായ മാതാപിതാക്കൾ 12 വയസ്സുള്ള തൻ്റെ കുട്ടിയെയും കൊണ്ടുവന്ന് ആചാര്യൻ്റെ പാദങ്ങളിൽ കുട്ടിയെ പ്രണമിപ്പിച്ചു. അവൻ ആ കിടപ്പിൽ അവിടെ കിടന്നു. അത്യന്തം ജഡനായ ഇവൻ്റെ കാര്യത്തെ ഓർത്ത് അച്ഛനമ്മമാരുടെ വിഷമം മുഴുവൻ ആചാര്യ ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു വർത്തമാനവും ഇന്നോളം പറഞ്ഞിട്ടില്ലാത്ത ആ കുട്ടിയോട് ആചാര്യ ഭഗവാൻ ചോദിക്കുന്നതാണ് നാം കണ്ടത്. കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ധ കിം നാമതേ ത്വം ത്വം കുത ആഗതോസി ഏതന്മയേദം വദചാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോസി. പ്രീതിയെ വർദ്ധിപ്പിക്കുന്നവനായ നീ പ്രീതി ഉളവാക്കുന്നവനാണ്, പ്രീതി ഉണ്ടാക്കുന്നവനാണ്. ഇത്ര മനോഹരമായ ഭാഷയിൽ ഭഗവാൻ ചോദിക്കുന്നു, പ്രീതി ഉണ്ടാക്കുന്ന നീ പ്രീതി എനിക്ക് ഉളവാക്കുമാറ് ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം പറയുക. കസ്ത്വം ശിശോ, അല്ലയോ കുഞ്ഞെ നീ ആരാണ്? കസ്യ, നീ ആരുടേതാണ്? കുതോസി ഗന്ധ,
എവിടെ പോവുകയാണ് നീ? കിം നാമതേ, നിന്റെ പേരെന്താണ്? ത്വം കുത ആഗതോസി, നീ എവിടെ നിന്ന് വരുന്നു? ഇത്രയുമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഇതിൻ്റെ ഉത്തരം നൽകിയാൽ. ആചാര്യൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോൾ, പ്രശ്നം ഉന്നയിക്കുന്നത് കേട്ടപ്പോൾ മാതാവും പിതാവും ചിന്താശൂന്യരായി കാണപ്പെട്ടു. എഴുത്തും വായനയും ഒന്നും അറിയാത്ത കുട്ടി എന്തു പറയും? സംസ്കൃത ശ്ലോകം തന്നെ അവൻ എന്തറിയും? ഇത്രയുമായപ്പോൾ അവൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ടായി. 12 വർഷം മൗനിയായ കുട്ടി, എല്ലാം മഹാജടനാണെന്ന് എല്ലാവരും കരുതിയ കുട്ടി പറയാൻ തുടങ്ങി. പറഞ്ഞതോ സ്ഫുടമായ സംസ്കൃതത്തിൽ, അതും ശ്ലോകബദ്ധമായി, അതും അത്യന്ത വേദാന്ത രഹസ്യം. നാഹം മനുഷ്യോ നചദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീവനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപ. നാം ഇന്ന് ഞെട്ടിപ്പോകുമെങ്കിൽ ആ അച്ഛനമ്മമാർ എത്ര ഞെട്ടിയിട്ടുണ്ടാവും. നാഹം മനുഷ്യോ നചദേവയക്ഷൗ. പ്രഥമ ശബ്ദം നാഹം മനുഷ്യ. മാതാവും പിതാവും ഭയന്നിട്ടുണ്ടാവും. എന്ത്, ഇവൻ മനുഷ്യനല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ദേവനോ യക്ഷനോ ഗന്ധർവനോ ആണോ? പെട്ടെന്ന് അടുത്ത ശബ്ദമുണ്ടായി. അവരുടെ ഉള്ളിലൂടൊരു ഭീതി കടന്നു പോകുന്ന വേഗതയിൽ തന്നെ അടുത്ത ശബ്ദം വന്നു. നചദേവയക്ഷൗ. ഞാൻ ദേവനും യക്ഷനും ഗന്ധർവനുമല്ല. നചദേവയക്ഷൗ. വീണ്ടും മുന്നോട്ട് സ്പഷ്ടമാക്കി. ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ. ആശ്രമധർമ്മങ്ങളിൽപ്പെട്ട ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല ഞാൻ. ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ. മനുഷ്യനായാൽ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളുമുണ്ട്. മനുഷ്യനല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമല്ല. ഞാൻ ന ബ്രഹ്മചാരി ന ഗൃഹീവനസ്ഥോ. ഞാൻ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനുമല്ല. ഭിക്ഷുർന ചാഹം. അഹം ഭിക്ഷുഹു ന ച. ഞാൻ സന്യാസിയുമല്ല. ഞാൻ തൻ്റെ ബോധസ്വരൂപമാണ്. ബാലൻ്റെ ഉത്തരം പല ശ്ലോകങ്ങളിലായിരുന്നു. മാതാപിതാക്കൾ കേട്ടുവോ ചിന്തിച്ചുവോ എന്നറിയില്ല. അവർ ബാലൻ്റെ വിഷയത്തിൽ കിം കർത്തവ്യധാമൂഢരായി ചോദിച്ചു, ആചാര്യ ഭഗവാൻ, ഇനി മുന്നോട്ട് എന്തു ചെയ്യാൻ കഴിയും? ആചാര്യൻ പറഞ്ഞു, വർണ്ണാശ്രമധർമ്മവിശിഷ്ടമായ ശരീരാധ്യാസത്തിൻ്റെ നിവൃത്തി ഈ ബാലനുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ ബാലന് കർമാധികാരമില്ല. അതിനാൽ ഇവന് സർവകർമ്മ സന്യാസത്തിലാണ് അധികാരം. മാതാവും പിതാവും വിചാരിച്ചു, എന്ത്, ഇവൻ വീട്ടിൽ വരില്ലേ? ആചാര്യൻ പറഞ്ഞു, ഇവൻ വീട്ടിൽ വന്നാലും പഴയതുപോലാവും. വീട്ടിൽ എന്തുകൊണ്ട്
പറയുന്നില്ല. എന്തുകൊണ്ട് വ്യവഹാരങ്ങളില്ല? വീട്ടിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ആദി വർണ്ണവിഭാഗങ്ങളാണ്. ബ്രഹ്മചാരി, ഗൃഹസ്ഥാദി ആശ്രമ വിഭാഗങ്ങളാണ്. അവയോടൊന്നിച്ച് വ്യവഹാരത്തിലേർപ്പെടണം. തദർത്ഥം അവിദ്യ ഉണ്ടാവണം. അത് ഈ ബാലകനെ സംബന്ധിച്ചില്ല. ഇവൻ ആത്മസ്വരൂപവേത്താവാണ്. ദൂരമേതേ വിപരീതേ വിഷൂചി. ആത്മവസ്വരൂപബോധവും വർണ്ണാശ്രമാദി വ്യവഹാരവും അത്യന്തം വിപരീതമാണ്. യമരാജൻ പറയുന്നു, വിദ്യാഭീപ്സിതം നചികേതസമ്മന്യേ. നചികേതസിനെ വിദ്യാഭിലാഷി എന്ന് മാനിക്കുന്നു. എന്തുകൊണ്ടാണ് നചികേതസിനെ വിദ്യാഭിലാഷി എന്ന് മാനിക്കുന്നത്? നത്വാ കാമ ബഹവോ അലോലുപന്ത. അനേക വിധങ്ങളായ കാമങ്ങളാണ് യമൻ വച്ചു നീട്ടിയത്. അനേക വിധങ്ങളായ കാമനകൾ നിനക്ക് വശത്താക്കാൻ കഴിയുന്നില്ല. നത്വാ കാമാബഹവോ അലോലുപന്ത. അതിൽ നീ ലോലുപനല്ല. അവിദ്യയുടെ പരിണാമമാണ് കാമം. അതിൻ്റെ ഫലമാണ് കർമ്മവും. അവിദ്യ ബീജമാണ്, കാമസൂചകമാണ്. കർമ്മം സ്ഥൂലമാണ്. അവിദ്യ ബീജവും കാമാവസ്ഥ അങ്കുരവും, കാമം അങ്കുരാവസ്ഥയും കർമ്മം വൃക്ഷാവസ്ഥയുമാണ്. അതിൻ്റെ ഫലമാണ് ജന്മവും സുഖദുഃഖാദികളും. കാമമില്ലയെങ്കിൽ അങ്കുരമില്ല എന്നർത്ഥം. അങ്കുരനാശം കൊണ്ട് ബീജനാശം തന്നെ കാരണമല്ല. അവിദ്യാരൂപി ബീജത്തിൻ്റെ നാശം വിദ്യ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇവിടെ കേവലം വിദ്യാഭീപ്സ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കാമ അഭാവം ഉണ്ടായി. ആ കാമനയുടെ അഭാവം കൊണ്ട് വിദ്യയുടെ അനുമാനമല്ല, വിദ്യാഭീപ്സയുടെ അനുമാനമാണ് ഉണ്ടാവുന്നത്. വിദ്യാഭീപ്സയെ തന്നെ ഇവിടെ ശ്ലോകത്തിൽ ബുദ്ധി ശരണാന്വേഷണ ശബ്ദം കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭീപ്സ പ്രഥമമാണ്. അപ്പോൾ തദർത്ഥം സാധനാനുഷ്ഠാനം വേണം. അപ്പോൾ വിദ്യാപ്രാപ്തി ഉണ്ടാവും. അത് കഴിഞ്ഞ് അവിദ്യാനിവൃത്തി ഉണ്ടാവും. ഇവിടെ വിദ്യാഭീപ്സ ഉണ്ടായപ്പോൾ കാമലോലുപത നിവൃത്തമായി. കാമലോലുപത ഇല്ലതായി. ഇനി വിഷയലോലുപത മനസ്സിലുണ്ടോ? വിദ്യയുടെ കാര്യം ദൂരെയാണ്. വിദ്യാഭീപ്സയും ഉണ്ടായിട്ടില്ല. നാം മുന്നോട്ട് തന്നെ നോക്കിയാൽ നമ്മോട് തന്നെ സംവദിക്കണം, നമ്മോട് തന്നെ ചോദിക്കണം. നമ്മുടെ ഉള്ളിൽ വിഷയലോലുപത ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ബ്രഹ്മശ്രവണം ചെയ്തിട്ടും ബ്രഹ്മജ്ഞാനമാകട്ടെ അതിനുള്ള ഇച്ഛയും കൂടി ഉണ്ടായിട്ടില്ല. നമ്മുടെ ഉള്ളിൽ കാമനയുണ്ടെങ്കിൽ, വിദ്യാഭീപ്സ ഇല്ലെങ്കിൽ, വിഷയലോലുപത ഉണ്ടെങ്കിൽ ബ്രഹ്മശ്രവണം
ചെയ്തിട്ട് കാര്യമില്ല. ബ്രഹ്മജ്ഞാനമാകട്ടെ അതിനുള്ള ഇച്ഛ പോലും വിഷയലോലുപതയുണ്ടെങ്കിൽ ഉണ്ടാവില്ല. രണ്ടും വിപരീതമാണ്. ഭഗവാൻ വേദവ്യാസജി ഈ വിദ്യാഭീപ്സയെ അഥാതു ബ്രഹ്മജിജ്ഞാസ, വേദവ്യാസൻ ബ്രഹ്മസൂത്രത്തിൽ ആദ്യ സൂത്രത്തിൽ അഥാതു ബ്രഹ്മജിജ്ഞാസ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ വിദ്യാഭീപ്സയെ ആണ്. ആ ബ്രഹ്മജിജ്ഞാസയെയാണ് ഇവിടെ ഭഗവാൻ ബുദ്ധൗ ശരണമന്വിച്ച എന്നതുകൊണ്ട് പറഞ്ഞത്. അധശബ്ദത്തിൻ്റെ അർത്ഥം വളരെ വിസ്തൃതമാണ്. നമുക്കിവിടെ ആവശ്യത്തിന് കാമലോലുപത പരിത്യാഗം അതിലന്തർഗതമാണ്. അധ എന്ന ശബ്ദത്തിന് രാമാനുജാദികൾ ആനന്തരീയം എന്ന അർത്ഥത്തിൽ ധർമ്മജിജ്ഞാസ അനന്തരം ബ്രഹ്മജിജ്ഞാസ എന്നാണ് പറയുന്നതെങ്കിൽ, ഭഗവാൻ ആദ്യ ശങ്കരാചാര്യർ പറയുന്നത് സാധനാചതുഷ്ടയ സമ്പത്തി ഉണ്ടായിട്ട് എന്നാണ്. സാധനാചതുഷ്ടയ സമ്പന്നനാവുക, വിവേകം, വൈരാഗ്യം, ശമാധിഷട്ക സമ്പത്തി, മുമുക്ഷുത്വം, ഇവയെ ഉണ്ടായിട്ട്. അപ്പോൾ നമുക്കിവിടെ അതിലാവശ്യം കാമലോലുപത പരിത്യാഗം ഉണ്ടായിട്ട്. കാമലോലുപത പരിത്യാഗം അതിലന്തർഗതമാണ്. ഇതിൽ നിന്ന് രണ്ട് സമ്പ്രദായങ്ങൾ, രണ്ട് കുടുംബങ്ങൾ, രണ്ട് പരിവാർ. ഒന്ന് അവിദ്യാപരിവാർ, രണ്ട് വിദ്യാപരിവാർ. അവിദ്യാ കുടുംബം, വിദ്യാ കുടുംബം. അവിദ്യാ സമൂഹത്തിൽ മൂന്ന് കാര്യങ്ങളുണ്ട്: അവിദ്യ, കാമം, കർമ്മം. അവിദ്യയുടേതായ കൂട്ടുകെട്ടിലേക്കൊരുവൻ വീഴുമ്പോൾ അവിദ്യ, കാമം, കർമ്മം എന്ന് മൂന്നെണ്ണമുണ്ടാവും. അതിന് വിപരീതമായി വിദ്യാ കുടുംബത്തിൽപ്പെടുമ്പോൾ, വിദ്യാസമൂഹത്തിൽ അവിദ്യയുടെ വിപരീതമാണ് വിദ്യ, കാമത്തിൻ്റെ വിപരീതമാണ് അകാമം, കർമ്മത്തിൻ്റെ വിപരീതമാണ് അകർമ്മം. അവിദ്യ എന്ത്? ഒന്ന്, ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുക. ആത്മാവിൻ്റെ നിത്യശുദ്ധാദി സ്വരൂപത്തിൻ്റെ ആച്ഛാദനമാണ് അവിദ്യ. ആത്മാവ് കേവലവും നിത്യവും ആണെന്ന് അറിയാതിരിക്കുക. ശരീര ഇന്ദ്രിയാദികളുടെ ആത്മാവിൻ്റെ ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപത്തെ ആച്ഛാദനം ചെയ്തിട്ട് ആത്മാവ് ശരീര ഇന്ദ്രിയാദികളിൽ അധ്യസിച്ച്, ശരീര ഇന്ദ്രിയാദികളുടെ അധ്യാസവും കൂടി അവിദ്യയാണ്. അവിദ്യയുടെ രണ്ട് തലം. ഒന്ന് ആവരണമാണ്. അവിദ്യയ്ക്ക് രണ്ട് തലമുണ്ട്. ഒന്ന് ആവരണ അവിദ്യ, സമഷ്ടിയിൽ പറയുമ്പോൾ ആവരണമായ. രണ്ട് വിക്ഷേപമായ. ആവരണവും വിക്ഷേപവും എന്ന രണ്ട് തലത്തിൽ അവിദ്യ നിലകൊള്ളുന്നു. ഒന്നാമത്തത് ശുദ്ധവും മുക്തവും ബുദ്ധവും ആയ ആത്മാവിനെ ആവരണം ചെയ്യുന്നു, ആച്ഛാദനം ചെയ്യുന്നു.
അത് അവിദ്യയാണ്. 2, ശരീരേന്ദ്രിയ കരണേന്ദ്രിയ കളേബരങ്ങളിൽ അധ്യാസമുണ്ടാക്കും. ശരീരത്തിൽ, ഇന്ദ്രിയങ്ങളിൽ, അന്ധക്കരണത്തിൽ, ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിലൊക്കെ അധ്യസിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെന്നും എൻ്റെ മനസ്സെന്നും എൻ്റെ ചിത്തമെന്നും ഒക്കെ അന്ധക്കരണത്തിലും, എൻ്റെ ശരീരമെന്നും ഒക്കെ ശരീരത്തിലും, എൻ്റെ കണ്ണെന്നും മൂക്കെന്നും നാക്കെന്നും കയ്യെന്നും കാലെന്നുമൊക്കെ ഇന്ദ്രിയങ്ങളിലും, എൻ്റെ കൊടയും എൻ്റെ വടിയും എൻ്റെ വസ്തുവും എന്നെല്ലാം ഇന്ദ്രിയാദി വിഷയങ്ങളിലും ഇന്ദ്രിയാർത്ഥ വിഷയങ്ങളിലും അധ്യസിച്ച് പരിമിതനാക്കി തീർക്കുന്നു അവിദ്യ. അവിദ്യ കൊണ്ട് ആത്മാവിൻ്റെ ആനന്ദസ്വരൂപം ആച്ഛാദിതമാകുന്നു. നിത്യാനന്ദമായ ആത്മാനന്ദത്തെ അവിദ്യ ആച്ഛാദിതമാക്കുന്നു. അപ്പോൾ അന്ധക്കരണഗതമായ ദുഃഖം ഏവം സുഖത്തിൻ്റെ ആരോപം ആത്മാവിലുളവാകാൻ തുടങ്ങുന്നു. എങ്ങനെയെന്നാൽ കാട്ടുകാന്തത്തിൽ അകപ്പെട്ടുപോയ രാജകുമാരൻ കാട്ടുകജാതിക്കാരെടുത്തു വളർത്തി കഴിഞ്ഞ് താൻ കാട്ടുജാതിക്കാരനാണെന്ന് വിചാരിക്കുന്നത് പോലെ, ചിലപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പണം ലഭിച്ചാൽ താൻ പണക്കാരനാണെന്ന് ധരിക്കും. പണം തീർന്നാൽ ഞാൻ ദരിദ്രനാണെന്ന് ദുഃഖിയാവും. എവിടെ നിന്നെങ്കിലും പണം കൊണ്ടുവന്നാൽ ശരിക്കും അയാൾ ദരിദ്രനാണോ? അല്ല. ദരിദ്രഭാവം കൊണ്ട് രാജഭാവം ആച്ഛാദിതമാവുകയാൽ ദരിദ്രനെന്ന് ധരിക്കുന്നു. പണം എവിടെ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നാലും ആരുടെ പൈസയാണ് തൻ്റെ തന്നെ സ്വന്തം പൈസയാണ്. കാരണം അദ്ദേഹം രാജാവാണ്. കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ ആകെ അധിപതിയാണ്. പണം വന്നാൽ ധനികനും സുഖിയുമെന്നറിയുന്നു. പണത്തിൻ്റെ അഭാവത്തിൽ സ്വയം ദരിദ്രനും ദുഃഖിയുമെന്നറിയുന്നു. ഇതുപോലെയാണ് ആത്മാവ്. തൻ്റെ ആനന്ദൈക രസം സ്വസ്വരൂപത്തെ അവിദ്യ കൊണ്ട് ആച്ഛാദിതമാക്കുന്നു. അങ്ങനെ തന്നെ ദീനനും ഹീനനും ആണ് താനെന്ന് മാനിക്കുന്നു. വീണ്ടും വിഷയങ്ങൾ കൊണ്ട് സുഖം പ്രാപ്തമാക്കുന്നതിനുള്ള ഇച്ഛയെ ചെയ്യുന്നു. ശീലത്താൽ അധ്യാസത്തിൻ്റെ ഗഹനമായ ഈ സന്ദേശങ്ങളെ അർജുനനെ നിമിത്തമാക്കി ഹേതുവാകരുത്, കർമ്മഫലത്തിന് ഹേതുവാകരുത് എന്ന ചിന്തയിലൂടെ അതിസൂക്ഷ്മ രൂപത്തിൽ തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദരേണുക്കളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.